എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈസ്റ്റാറിലേക്ക് സ്വാഗതം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2026 മുതൽ ഡിസംബർ 2026 വരെ എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ജനുവരി 2026 മുതൽ ഡിസംബർ 2026 വരെയുള്ള ഒരു വർഷക്കാലം അവിട്ടം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. Ace of Pentacles, Hermit mode, Eight of Swords, Ace of Wands, Hierophant, and Nine of Wands. Okay. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ളൊരു വർഷമാണ്. വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാകാതെ പോകുന്നൊരു സമയം തന്നെയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാര്യങ്ങൾ അത് അതിനനുസരിച്ചിട്ടുള്ള സന്തോഷങ്ങളും കാര്യങ്ങളിലും ഒക്കെ ഉണ്ടാകുന്നതിലൂടെ വലിയ രീതിയിലേക്ക് ദുഃഖങ്ങളിലേക്കൊന്നും പോകാത്തൊരു വർഷം തന്നെയാണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി ആദ്യം തന്നെ പറയുമ്പോൾ സാമ്പത്തികമായിട്ട് പുതിയൊരു നേട്ടം നിങ്ങൾ കൈവരിക്കുന്ന ഒരു വർഷമാണ്. പൊതുവേ നിങ്ങൾ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജോലി കാര്യങ്ങൾ സ്വന്തമായിട്ടൊരു ജോലി വേണമെന്നുള്ളൊരാഗ്രഹം അടുത്തിടയ്ക്കാണ് തോന്നി തുടങ്ങിയിട്ടുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് നിങ്ങൾ വെറുതെ വീട്ടിലിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇനി സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിൽ ഒരു സക്സസ് ലൈഫിൽ കാണിക്കുന്നുണ്ട്. ഒരു ന്യൂ എൻ്റർപ്രൈസ് നിങ്ങളായിട്ട് സ്വയം തുടങ്ങുന്നു. യു പ്ലാന്റിങ് ദ സീഡ്സ്. അപ്പോൾ ഈ ഒരു വർഷം പുതിയൊരു തുടക്കം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഈ ഒരു വർഷം ചെയ്ത് തുടങ്ങിയാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ആ ഒരു നിങ്ങളായിട്ട് സ്വന്തം കാലം നിൽക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്നുണ്ടാകുന്ന അപകർഷത ബോധം നിങ്ങൾക്ക് മാറിക്കിട്ടുന്നുണ്ട്. അപ്പോൾ സ്വന്തം കാലം നിങ്ങൾ നിൽക്കാൻ തുടങ്ങുന്നു. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. വളരെ ഒരു സ്ട്രോങ് ഇൻഡിക്കേഷൻ, നിങ്ങളൊരു നല്ലൊരു പ്രോസ്പെരിറ്റിയിലേക്കാണ് നിങ്ങൾ പോകുന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം എന്നുള്ളതാണ്. പല കാര്യങ്ങളും നേടുന്ന ഒരു സമയമാണ്. അപ്പോൾ പലതും നിങ്ങൾ നേടാനായിട്ട് പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ് ആദ്യം നിങ്ങൾക്ക് വേണ്ടത്. സോ ആ ഒരു മനസ്സിലൊരു സ്വയമുള്ളൊരു വിശ്വാസം, ആത്മവിശ്വാസം, ജീവിതം നല്ല രീതിയിൽ ആഘോഷിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിൻ്റെ ഒരു തൃപ്തി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒന്ന് സൂചിപ്പിക്കുന്നത് നിങ്ങൾ വലിയൊരു സ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ ജോലി ഓൾറെഡി ഉള്ള ഒരാളാണ്, കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ജോലിയിലാണെങ്കിൽ അതിൻ്റെ ഹയർ പൊസിഷനിലേക്ക്, നെക്സ്റ്റ് പൊസിഷനിൽ ഒരു അതോറിറ്റി പൊസിഷനിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഹെർമിറ്റ് മോഡാണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഏത് രീതിയിലാണോ ജീവിതത്തെ നോക്കിക്കാണുന്നത് ആ രീതിയിൽ തന്നെ ജീവിതത്തെ നോക്കിക്കാണുന്ന ഒരു വ്യക്തി നിങ്ങൾക്കൊരു സുഹൃത്തിനെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗുരു ആകാം. കാരണം നിങ്ങളുടെ ലൈഫിൽ ചില ഘട്ടങ്ങളിൽ എത്തുമ്പോൾ നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണം എന്നുള്ളൊരു ചിന്ത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹെർമിറ്റ് എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു ഒത്തിരി നാളത്തെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ടാകും, പക്ഷെ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പമുള്ള ആളുകൾ, സുഹൃത്തുക്കളായിരിക്കാം, നിങ്ങളുടെ വീട്ടിലുള്ളവരായിരിക്കാം, പക്ഷേ രക്തബന്ധമോ അല്ലെങ്കിൽ സൗഹൃദമോ ഉണ്ടെങ്കിൽ കൂടിയും ചില കാര്യങ്ങളിൽ നമ്മളുടെ അതേ ഫ്രീക്വൻസി വേവ് ലെങ്ത്തിൽ ഇരിക്കുന്ന ആളുകളായിരിക്കില്ല അവർ. പലരുടെയും പല സൗഹൃദങ്ങളെന്ന് പറയുന്നത് ഇവരുമായിട്ടൊരു സൗഹൃദം ഇല്ല എങ്കിൽ പിന്നെ ഒരു ഒറ്റയ്ക്കായി അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകും എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ട് പലരും സൗഹൃദങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു രീതി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ഗൈഡൻസ്, ഒരു സൗഹൃദം, അതുപോലുള്ളൊരു സൗഹൃദം, അവർ പറയുന്ന വാക്കുകൾ മുഖവിലയ്ക്ക് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമായിരിക്കാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പലതരത്തിലും നിങ്ങൾ ഈ ഒരു സമയത്ത് നമ്മൾ പറയുന്ന ഒരു ആവറേജ് ലെവലിൽ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ
ഡെപ്ത് ഇല്ലാത്തൊരു സൗഹൃദമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നല്ല ഡീപ്പായിട്ട് ആഴത്തിൽ ചിന്തിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന തരത്തിലുള്ളൊരു സൗഹൃദമാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുത്തൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്, അതിനനുസരിച്ചിട്ട് മനസ്സിലാക്കുകയും നിങ്ങളുടെ കൂടെ നിൽക്കുകയും വേണ്ടി വന്നാൽ ഗൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തി. ഒരുപക്ഷെ അതൊരു ഗുരുവായിരിക്കാം. അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് സോട്ട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ 8 ഓഫ് സോട്ട്സ് എനർജി കണക്ഷൻസ് ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമ്മൾ മുന്നോട്ടേക്ക് പോകാത്തതിന് ഒരേ ഒരു കാരണമാണ്, അത് നമ്മൾ മാത്രമാണ്. കാരണം മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നമ്മൾ ഒരിടത്ത് ഇരുന്നാൽ മുന്നോട്ടേക്ക് പോയില്ല. നമ്മൾ ആദ്യം അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കണം. അങ്ങനെ ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലുള്ള ഗ്രേറ്റ് അൺഹാപ്പിനെസ്സിന് കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളുടെ ജീവിതം ഉള്ളത്. യു ക്യാൻ ചേഞ്ച് മാറ്റേഴ്സ്. ദ ബാഡ് സിറ്റുവേഷൻ ഇപ്പോൾ ഉള്ളത് ടെമ്പററിയാണ്. യു ക്യാൻ ചേഞ്ച് തിങ്സ്. നിങ്ങളുടെ ഫ്യൂച്ചർ മാറ്റി എഴുതാൻ വരെ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യാണ്. പ്രോബ്ലംസ് ആദ്യം മനസ്സിലാക്കുകയാണ്. എന്നിട്ട് പ്രോബ്ലം ഉണ്ടെന്ന് ഉറപ്പിച്ചതിന് ശേഷം ആ പ്രോബ്ലം ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ പ്രോബ്ലം ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് സോൾവ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. അതിനെ പലരും ചെയ്യുന്ന പോലെ നിങ്ങൾ അത് ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്നു. അങ്ങനെ അല്ലാതെ പ്രോബ്ലം ഉണ്ടെന്ന് ആദ്യം അക്സെപ്റ്റ് ചെയ്യുക, അത് മനസ്സിലാക്കി അത് സോൾവ് ചെയ്യുകയും ചെയ്താൽ ലൈഫ് ബെറ്റർ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വർഷമാണ് ഇത്. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാർ, ലൈഫിൽ പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാത്ത, അധികം ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാത്ത ആളുകളൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളൊരു തോന്നൽ, അതുപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കാതെ വരുമ്പോൾ അതെൻ്റെ വെറും തോന്നലാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകുന്നതൊക്കെ ആവാം. അപ്പോൾ പലതും തോന്നലുകളാണെങ്കിൽ അത് വെറും തോന്നലുകളല്ല. അത് അങ്ങനെയൊരു അണ്ടർലൈൻ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കുക, അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാം. ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല വീട്ടുകാർ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, കാരണം അവർക്കത് മനസ്സിലാകുന്നില്ല. അത് മനസ്സിലാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളത് ഒറ്റയ്ക്ക് സോൾവ് ചെയ്യുക. നിങ്ങൾക്കത് പറ്റുമെന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. ഏസ് ഓഫ് വോൺസ് എനർജിയാണ് ഇത്. ഈ ഒരു ഏസ് ഓഫ് വോൺസ് ജനറൽ ഏസ് ഓഫ് വോൺസിൻ്റെ എനർജി അല്ല ഇവിടെ സൂചിപ്പിക്കുക. ഈവൻ ദോ ഇതൊരു ഏസ് ഓഫ് വോൺസ് എനർജി ആണെങ്കിലും അതിൽ ഒരു സ്ട്രെങ്ത് എനർജി സിറ്റുവേഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വയം പല കാര്യങ്ങളും നേടിയെടുക്കാനും ചെയ്യാനും പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് സ്ട്രോങ് ആയിട്ട് ഒറ്റയ്ക്ക് നിന്ന് ചെയ്യേണ്ടി വരുന്ന ഒരു സമയമാണ്. അപ്പം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കഴിവുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്ട്രെങ്ത് ഉണ്ട്, നിങ്ങളത് മനസ്സിലാക്കുന്നു. നിങ്ങളത് എല്ലാ തരത്തിലും യു ഫ്രീ ഫ്രം റീസ്ട്രെയിൻസ്. എന്തെങ്കിലും നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഈ കഴിഞ്ഞ കാലത്തിൽ, ഭൂതകാലത്തിൽ നിങ്ങളെ പുറകോട്ടേക്ക് വലിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേ കാര്യങ്ങൾ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലില്ല. കാരണം അതെന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസക്കുറവായിരുന്നു. അതിപ്പോൾ നിങ്ങളിലില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ, നിങ്ങളുടെ പുതിയ റോളിലേക്ക്, പുതിയ ഐഡൻറ്റിറ്റിയിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ഹയറഫൻ്റ് എനർജിയാണ്. സോ ഈ ഒരു ഹയറഫൻ്റ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ലൈഫ് പേർപ്പസ് എന്ന് പറയുന്നത്, നിങ്ങൾ എന്താണ് ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നത് എപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്ന, ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നോർമലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവരുടെ പേർപ്പസ് എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ പേർപ്പസ് മനസ്സിലാക്കുമ്പോൾ ഇതാണോ ലൈഫ് പേർപ്പസ്, ഇത് ഒന്നും, അതായത് സ്വന്തം ലൈഫ്, ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളായിരിക്കും. അത് എന്താണെന്നുള്ളത് സ്വയം നിങ്ങളുടെ ലൈഫ് പേർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അതൊരു ചാലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷേ അത് കയ്യിലേക്ക് ഏറ്റെടുക്കുമ്പോഴാണ് വളരെ സിമ്പിളാണ് നമ്മൾ തോന്നിയ കാര്യങ്ങൾ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് 9 ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ 9 ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും നിങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടി വരും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളേണ്ടി വരുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിദേശത്തുള്ളവർക്ക് ചെറിയ ബുള്ളിങ്ങും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിലകൊണ്ടാൽ അത് തീരാവുന്നതേ ഉള്ളൂ. പുറകോട്ടേക്ക് മാറരുത്,
ഭയപ്പെടരുത് എന്നുള്ളത്. ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് വർക്കിംഗ് അറ്റ്മോസ്ഫിയറിലൊക്കെ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവും. അതിപ്പോൾ നാട്ടിലായാലും എവിടെയാണെങ്കിലും അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വിദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഡോക്യുമെൻറ്റേഷൻസും കാര്യങ്ങളും സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാം. പ്രശ്നങ്ങളല്ല, ഒരു ചാലഞ്ചായിട്ട് കാണുക. അത് ആ ഡോക്യുമെൻറ്റേഷൻ ശരിയാക്കിയാൽ അത് തീരാവുന്നേ ഉള്ളൂ. പക്ഷേ അത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഭയന്ന് പിന്മാറാതെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പർപ്പസ്, ഈ ഒരു വർഷത്തെ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ആണ് മുൻപിൽ എന്ന് മനസ്സിലാക്കുമ്പോൾ അത് അവോയ്ഡ് ചെയ്യാതെ അതിനെ കണ്ടെത്തി മനസ്സിലാക്കി സോൾവ് ചെയ്യുക, അതിനുള്ള വർഷമാണിത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പല മാറ്റങ്ങളും കൊണ്ടുവരുന്ന സാമ്പത്തികവും കരിയർ വൈസ്, സ്റ്റഡീസ് വൈസ്, ജനറലി ലൈഫ് സ്റ്റൈൽ വൈസ് ഒക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.